നമസ്കാരം. ചന്ദ്രൻ മിഥുനം രാശിയിലേക്ക് നീങ്ങാൻ പോവുകയാണ്. കൂടാതെ മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിൻ്റെ 9-ാം ദിവസവുമാകുന്നു. രവിയോഗം, ലക്ഷ്മി നാരായണ യോഗം, ത്രിഗ്രഹയോഗം, രോഹിണി നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും നടക്കുന്നതിനാൽ തന്നെ ഈ ദിവസത്തിന് അല്ലെങ്കിൽ ഈ ദിവസങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാർക്ക്, ചില രാശിക്കാർക്ക് ഐശ്വര്യം ജീവിതത്തിലേക്ക് കടന്നു വരികയും ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ നേട്ടങ്ങൾക്കുള്ള സാധ്യത ഒരു പരിധിവരെ ഉയരുകയും ചെയ്യുന്ന സമയമാകുന്നു. ഈ രാശിക്കാർക്ക് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും. കൂടാതെ ജാതകത്തിൽ സൂര്യഗ്രഹന്റെ സ്ഥാനം ശക്തിപ്പെടുകയും എല്ലാ ജോലികളും തടസ്സമില്ലാതെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ സംജാതമാകും. ഏതെല്ലാം രാശിക്കാർക്കാണ് സവിശേഷമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കാം, ഈ കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാണ്. ഇടവം രാശിക്കാർക്ക് അത്ഭുതകരമായ ദിവസം തന്നെയാണ് എന്ന് പറയാം. ഈ രാശിക്കാർക്ക് വളരെ ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരാം. മാനസികാവസ്ഥ വളരെ ശുഭകരമായി തീരാം. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വാങ്ങുവാനോ സമ്മാനങ്ങൾ ലഭിക്കാനോ സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ അത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തുടക്കം ആരംഭിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയോ ചെയ്യുന്നത് ഇന്നേ ദിവസം ചെയ്യുന്നത് ശുഭകരമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ഇന്നേ ദിവസം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സമയം ചെലവഴിക്കുവാനോ അവരുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ കാര്യങ്ങൾ വന്നു ചേരാനോ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ഭാവിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുവാൻ സാധിക്കുന്ന ചില വ്യക്തികളെ പരിചയപ്പെടുവാനും അവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാനും സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ തന്നെ സിദ്ധിക്കും എന്ന് തന്നെ പറയാം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ ദിവസം തന്നെയാണ്. പണം സമ്പാദിക്കുന്നതിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധ്യത അല്പം കൂടുതലാണ് എന്ന് തന്നെ പറയാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. സുഹൃത്തുക്കളെ സഹായിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. തിരിച്ചും ചില സഹായങ്ങൾ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ദിവസം തന്നെയാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ, ചില നേട്ടങ്ങൾ വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലാകുന്നു. വലിയ ലാഭത്തിന് തന്നെ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ചില സ്ഥലങ്ങളിൽ സന്ദർശിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. അത്തരത്തിൽ പുറത്തു പോകുവാനുള്ള സാധ്യത ഇന്നേ ദിവസം കൂടുതലാണ് എന്ന് തന്നെ പറയാം. ഇന്ന് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ ചില കാര്യങ്ങൾ വന്നു ചേരാൻ സാധ്യത കൂടുതലാണ്. ശുഭകരമായ ദിവസമാണ് എന്ന് തന്നെ പറയാം. ധനപരമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കുവാൻ സാധിക്കും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. തുലാം രാശിക്കാർക്ക് ശുഭകരമായ ദിവസമാണ് എന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ചും തങ്ങളുടെ ഊർജം അത് നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വീടുകളിൽ സമാധാനപൂർണമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരമൊരു അന്തരീക്ഷം സംജാതമാകാവുന്നതാണ്. വീട്ടുജോലികൾ ശരിയായ രീതിയിൽ തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം അല്പം വർദ്ധിക്കാം. ശുഭകരമായി തന്നെ നിങ്ങൾക്ക് ഇന്നേ ദിവസം മുന്നോട്ടു പോകുവാൻ സാധിക്കും. സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത അല്പം കൂടുതലാണ്. ലാഭം വർദ്ധിക്കാവുന്നതാണ്. എന്നാൽ സംസാരവുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം ശ്രദ്ധിച്ചില്ല എങ്കിൽ ധനനഷ്ടത്തിനും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ അല്ലാതെ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ടോ തർക്കത്തിന് സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നീട് നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും. അതായത് തർക്കങ്ങൾക്ക് ശേഷം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിഭിന്നമായ അല്ലെങ്കിൽ ദോഷകരമായ ഫലങ്ങൾ തന്നെ നൽകും.
അതിനാൽ ഈ കാര്യവും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇന്നേ ദിവസം ധനപരമായ നേട്ടങ്ങൾക്കും അപ്രതീക്ഷിതമായ ധനം കൈകളിലേക്ക് വന്നു ചേരുവാനും സാധ്യത കൂടുതലുള്ള ദിവസം തന്നെയാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കുംഭം രാശിയാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളാണ് എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്നു വരാനുള്ള സാധ്യത കൂടുതലാകുന്നു. അഥവാ സന്തോഷം വർദ്ധിക്കുന്നതിനുള്ള അവസരങ്ങൾ സംജാതമാകാം. വീട്ടിലെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷവും അതേപോലെ പല കാര്യങ്ങൾ അവർക്ക് അനുകൂലമായി അല്ലെങ്കിൽ അവർക്ക് ആവശ്യങ്ങൾക്കനുസരിച്ച് ചെയ്തു നൽകുവാൻ സാധിക്കുന്ന ദിവസം കൂടിയാകുന്നു. സന്തോഷവും സമാധാനവും ജീവിതത്തിലേക്ക് കടന്നു വരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുതിയ കരാറുകൾ ലഭിക്കുക, അല്ലെങ്കിൽ ശുഭകരമായ ചില കാര്യങ്ങൾ സംഭവിക്കുക, ധനപരമായ നേട്ടങ്ങൾക്ക് അത് കാരണമായി തീരുക, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലം തന്നെയാണ് എന്ന് പറയാം. ഈ സമയം സാമ്പത്തികപരമായ സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായി തീരും. കൂടാതെ അയൽക്കാരുമായുള്ള നിങ്ങളുടെ ബന്ധം ശുഭകരമായി തീരും. അതല്ല, നിങ്ങൾക്ക് തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. അത് ഏതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും തർക്കങ്ങൾ പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. കുടുംബത്തിൽ അസ്വാരസ്യങ്ങളുണ്ട് എങ്കിൽ അതും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. കുടുംബ ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്ന ഒരു സമയമാകുന്നു. പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കില്ല എന്ന ധാരണയിൽ മാറ്റിവച്ചിട്ടുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഈ സമയം ചെയ്തു തീർക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ശുഭവാർത്തകൾ തേടി എത്താവുന്നതാണ്. അതേപോലെ തന്നെ കടം നൽകിയിട്ടുണ്ട് എങ്കിൽ ചില കൈവായ്പകളെങ്കിലും തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. കടമുണ്ട് എങ്കിൽ ആ കടം ഒരു പരിധിവരെ വീട്ടുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്ന് ചേരാവുന്നതുമാണ്. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും ഈ രാശിക്കാരുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാനായിട്ടുള്ളത്.